പുറത്തൂർ പഞ്ചായത്തിലെ പ്രധാന പരാതികളിൽ ഒന്നാണ് റോഡുകളുടെ അവഗണന. പദ്ധതികൾ പാസാക്കപ്പെടുകയും ചെലവുകൾ രേഖയിലുണ്ടാകുകയും ചെയ്യുമ്പോഴും വഴികളുടെ ഗുണമേന്മ വളരെ കുറഞ്ഞതാണ്. റോഡുകൾ ഉണ്ടാക്കിയാൽ കുറച്ചു മാസത്തിനകം കുഴി വീഴുന്നു. കരാറുകാരെ പരിശോധിക്കാതെ പണം അനുവദിക്കുന്നതും ആരോപണ വിഷയമാണ്. പണി പൂർണ്ണമായിട്ടില്ലെങ്കിലും പൂർത്തിയാക്കിയതായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ രേഖപ്പെടുത്തുന്നതും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തെ നേരിട്ട് ബാധിക്കുന്നു. പുറത്തൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഒക്കെ തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ കാൽനടയാത്രയ്ക്ക് പോലും പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ്സ് വിഭാഗത്തിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ച് റോഡിൻ്റെ മെയിൻ്റനൻസ് നടത്താത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഈ പോയ വർഷം 40% തുക മാത്രമാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ്സിൽ നിന്നും ചെലവഴിക്കാൻ കഴിഞ്ഞത്. 1,25,00,000 രൂപ നമ്മുടെ റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ളത് നഷ്ടപ്പെടുത്തി കളഞ്ഞ കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഭരണസമിതിയാണ് പുറത്തൂർ പഞ്ചായത്തിൽ ഇന്ന് നിലവിലുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് റോഡുകളാണ്. പക്ഷേ ഈ ദൃശ്യം വികസനത്തിന് രേഖയല്ല. ഭരണകക്ഷിയുടെ അനാസ്ഥയും ജനങ്ങളുടെ വേദനയും രേഖപ്പെടുത്തുന്ന ഒരു ദുരന്ത ചിത്രമാണ്. അധികാരത്തിലെത്തുന്ന ഏതൊരു ഭരണസമിതിയുടെയും ആദ്യ കടമ ജനങ്ങളുടെ ഗതാഗത സുരക്ഷ ഉറപ്പാക്കലാണ്. പക്ഷേ അരനൂറ്റാണ്ടിലധികമായി CPM ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ റോഡുകൾ ഗതാഗത യോഗ്യമാക്കൽ എന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമല്ല, മറിച്ച് കണക്കിലും പരിഗണനയിലും ഇല്ലാത്ത ഒരു വിഷയമാണ്. ജനങ്ങൾ കഷ്ടപ്പെടട്ടെ, വാഹനങ്ങൾ തകരട്ടെ. ഇന്നത്തെ പുറത്തൂർ റോഡുകൾ ഒരു യാത്രാമാർഗമല്ല, അപകട വലയമാണ്. ചെറുതായി മഴ പെയ്താൽ റോഡുകൾ തോടുകളാകുന്നു. കാൽനടക്കാരും വിദ്യാർത്ഥികളും ബൈക്കുകളിൽ പോകുന്ന യുവാക്കളും എല്ലാം ദിവസവും ജീവൻ പണയം വെച്ചാണ് സഞ്ചരിക്കുന്നത്. ഈ ദുരവസ്ഥ ആരുടെ അതിക്രമമാണ്? ഇത് റോഡുകളുടെ മാത്രമല്ല, ഭരണത്തിന്റെ പരാജയത്തിന്റെ തെളിവുമാണ്. ദിവസവും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിതം നയിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ ഭരണസമിതി ഒരിക്കലും കാണുന്നില്ല. അവരുടെ ഓട്ടോ പൊട്ടി തകർന്നാൽ മെയിൻ്റനൻസിനുള്ള പണം അവർക്കെവിടെ നിന്നാണ് വരുന്നത്? അവരുടെ വേദന ഭരണസമിതിയുടെ ചെവിയിൽ തട്ടാറില്ല. റോഡുകളുടെ കുഴികൾ ഡ്രൈവർമാരുടെ ജീവിതത്തെയും കുടുംബത്തെയും കുഴിച്ചിടുന്നു. കുട്ടികൾക്ക് സ്കൂളിലേക്കും വിദ്യാർത്ഥികൾക്ക് കോളേജിലേക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനാകാത്ത അവസ്ഥ. ആരാണ് ഉത്തരവാദി? രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ഈ തകർന്ന റോഡുകളിൽ നടക്കാനും സൈക്കിൾ ഓടിക്കാനും അത്യന്തം അപകടമാണ്. റോഡവിട മക്കളെ, വഴിയവിട മക്കളെ, റോഡില്ല വഴിയില്ല കുഴിയാണ് മക്കളെ. ആംബുലൻസ് പോലും കയറിയിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഇതിനെ മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ എന്താണ് വിളിക്കേണ്ടത്? ഒരു പഞ്ചായത്ത്, ഒരു ഭരണകക്ഷി ഇത്രയും കാലം ഭരിച്ചിട്ടും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ഒരു റോഡ് പോലും നൽകാൻ കഴിയാത്തത് പരാജയം മാത്രമല്ല, ജനങ്ങളെ അവഗണിക്കുന്ന കുറ്റകൃത്യമാണ്. പുറത്തൂർ ജനങ്ങൾ ഇനി മിണ്ടാതിരിക്കില്ല. നമ്മുടെ നികുതിയും വോട്ടും ഉപയോഗിച്ച് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു താക്കീതാകട്ടെ. ജനങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനമല്ല, സുരക്ഷിതമായ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതിനെ നടപ്പാക്കുന്നത് ഭരണസമിതിയുടെ ബാധ്യതയാണ്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല.